പഹൽഗാം ഭീകരാക്രമണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ ഭീകരർ ആസൂത്രണം ആരംഭിച്ചിരുന്നുവെന്നാണ് പുതിയ തെളിവുകൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട ഭീകരന്റെ ഫോണിൽ നിന്നും പഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്തതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചു. ട്രാക്കിംഗ് ആപ്പടക്കം ഉപയോഗിച്ചാണ് 26 പേരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് തീവ്രവാദികൾ ആസൂത്രണം നടത്തിയെന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2025 കഴിഞ്ഞ വർഷം ഏപ്രിൽ 22-നാണ് പഹൽഗാം എന്ന ടൂറിസം കേന്ദ്രത്തിൽ, ജമ്മുകാശ്മീരിലെ ടൂറിസം കേന്ദ്രത്തിൽ വലിയ ആക്രമണം ഉണ്ടായത്. 25 ടൂറിസ്റ്റുകളും ഒരു പ്രദേശവാസികളും അടക്കം 26 പേരാണ് മരണപ്പെട്ടത്. 20 പേർക്ക് ഇതിൽ പരിക്ക് പറ്റുകയും ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാർത്തിക് ചേരുന്നു. കാർത്തിക്, പഹൽഗാം സംബന്ധിച്ച NIA കുറ്റപത്രം കോടതിയിലെത്തിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. എന്തായാലും കോടതിയിൽ ഉള്ള ഈ കുറ്റപത്രത്തിൽ ഇത് സംബന്ധിച്ച ഒരു ഗുരുതരമായ വിപുലമായ ഗൂഢാലോചന നടന്നു എന്ന തെളിവുകളാണോ NIA നിർത്തുന്നത്? സജിത്ത്, ഏപ്രിൽ 22, 2025 ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും മായ്ക്കാത്ത ഒരു മുറിവായി ആ ദിനം ഇന്നും അവശേഷിക്കുന്നു. 26 പേരെ കൊല്ലപ്പെട്ട ആ ആക്രമണത്തിൻ്റെ കൂടുതൽ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഒന്ന്, വളരെ മുമ്പ് തന്നെ ഈ ആക്രമണത്തിന് ഭീകരർ ആസൂത്രണം നടത്തിയിരുന്നു. ഇതിനാവശ്യമായ ആയുധങ്ങൾ എത്തിയത് പാകിസ്ഥാനിൽ നിന്നാണ്. 3, ഇതുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ലഭിച്ചത് ഓപ്പറേഷൻ മഹാദേവ് എന്ന ഒരു ഭീകരർക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് ലഭിച്ച ഫോണുകളാണ്. ഇതിലേക്ക് വിശദമായി വന്നാൽ, NIA സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഈ നിർണായക വിവരങ്ങൾ ഉള്ളത്. അന്ന് ഈ ഓപ്പറേഷൻ മഹാദേവിൻ്റെ ഭാഗമായി 3 ഭീകരരാണ് കൊല്ലപ്പെട്ടത്. സുലൈമാൻ എന്ന ഫൈസൽ ജട്ട്, ജിബ്രാൻ എന്ന ഹബീർ താഹിർ, ഹംസ അഫ്ഗാനി, ഈ 3 പേരാണ് ജൂലൈ 28-ന് ദച്ചിങ്ഗാം വനമേഖലയിൽ സൈനികരുമായുള്ള ഏറ്റുമുട്ടലിൽ അന്ന് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഫോണുകളിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളാണ് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറെ നിർണായകമായത്. അതായത്, ആക്രമണം നടക്കുന്നത് ഏപ്രിൽ 22-ന്. ഈ ഫോണുകളിൽ നിന്ന് ലഭ്യമായ നിർണായക വിവരങ്ങൾ അനുസരിച്ച് ഏപ്രിൽ 15-ന് തന്നെ, അതായത് 2025 ഏപ്രിൽ 15-ന് തന്നെ ഈ ആക്രമണം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ഇവർ ബൈസൺ പാർക്കിൽ എത്തിയിരുന്നു. ഇതിൻ്റെ നിർണായക വിവരമാണ്, ഇതിൻ്റെ നിർണായകമായ ഡേറ്റയാണ് ഇവരുടെ ഫോണിൽ നിന്ന് ലഭിച്ചത്. മാത്രമല്ല, ഏപ്രിൽ 15, 16 തീയതികളിൽ ഇവരുടെ റൂട്ട് മാപ്പും ഈ ഫോണിൽ നിന്ന് ലഭിച്ചു. ഇവർ ഒരു ഹൈക്കിങ്ങിനായി യാത്രക്കാർ ഉപയോഗിക്കുന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലൊക്കേഷനിൽ എത്തിയത് എന്ന നിർണായക വിവരവും ലഭിച്ചിട്ടുണ്ട്. GPS അധിഷ്ഠിത മൊബൈൽ ആപ്പാണ് ഈ ഭീകരർ ഉപയോഗിച്ചത്. ഇത് ഉപയോഗിച്ചാണ് ബൈസൺ വാലി അടക്കമുള്ള പ്രദേശങ്ങളിലെ ഈ ലൊക്കേഷനുകൾ ഇവർ ട്രാക്ക് ചെയ്തത്. എവിടെയാണ് ആക്രമണം നടത്തേണ്ടത് എന്ന കൃത്യമായ നിർദ്ദേശം ഇവർക്ക് എത്തിയതും ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്ഥലങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ്. അതായത്, NIA നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏപ്രിൽ 21-നും ഈ ഭീകരർ താഴ്വരയിൽ ഉണ്ടായിരുന്നു. പർവൈസ് അഹമ്മദ് എന്ന പേരിലുള്ള ആളിൻ്റെ സഹായം ഈ ആക്രമണം നടക്കുന്നതിൻ്റെ തലേ ദിവസവും ഇവർക്ക് ലഭിച്ചു. അതായത്, താഴ്വരയുടെ മുകൾ ഭാഗത്ത് വേനൽക്കാലത്ത് ആട്ടിടയന്മാർ ഉപയോഗിക്കുന്ന ഒരു മൺകുടിൽ, ആ മൺകുടിലിൽ ഇവർക്ക് താമസമൊരുക്കി, ഇവർക്ക് ആവശ്യമായ ഭക്ഷണം ഒരുക്കി. പർവൈസ് എന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ബഷീർ അഹമ്മദ് ജോത്താദും ആണ് ഈ തീവ്രവാദികൾക്ക് ആവശ്യമായ സഹായങ്ങൾ അന്ന് ചെയ്തത്. 2 ഭീകരരുടെ ഫോണുകളിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങൾ അനുസരിച്ച് മറ്റു ചില ഭീകരരുടെ ചിത്രങ്ങളും അവരുടെ ഫോണിൽ നിന്ന് കണ്ടെത്താൻ ആയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല, ഈ കേസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് പാക് ബന്ധമുള്ള അലി സജിദ്, അതായത് അലിഭായ് എന്നറിയപ്പെടുന്ന ലഷ്കർ-ഇ തോയ്ബയുടെ കമാൻഡറായിരുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ട്സിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന, അവരുടെ ആക്രമണങ്ങളിലൊക്കെ സജീവ പങ്കാളിയായിരുന്ന അലിഭായ് എന്ന അലി സാജിദ് ൻ്റെ സഹായം ഇവർക്ക് ലഭിച്ചിരുന്നു. ഈ സഹായം ലഭിച്ചതിൻ്റെ നിർണായക തെളിവുകളും ഇവരുടെ ഫോണിൽ നിന്ന് ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. 1100 പേരെയാണ് NIA ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളായി വിസ്തരിച്ചത്. അതിൽ ഒരു സാക്ഷിമൊഴി ഈ പഹൽഗാം ഭീകരാക്രമണത്തെ സംബന്ധിച്ച് നിർണായകമായി ഇപ്പോൾ പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അത് 2024 സെപ്റ്റംബറിൽ നടന്ന ഒരു സംഭവമാണ്. പേര് വെളിപ്പെടുത്താത്ത ഈ സാക്ഷി നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഈ കൊല്ലപ്പെട്ട ഭീകരർ 2024 സെപ്റ്റംബറിലും കശ്മീർ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇവർ ഒരിടത്തേക്കുള്ള വഴി കാണിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് ഈ സാക്ഷി നൽകിയിരിക്കുന്ന മൊഴി. അദ്ദേഹം ഗോദൽ ധാര വനമേഖലയിൽ വച്ച്
അവിടേക്ക് എത്തിക്കാനാണ് ഭീകരർ ഇയാളോട് ആവശ്യപ്പെട്ടത്. ഈ ഭീകരർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ സാക്ഷിമൊഴി നൽകിയാൽ ഇവരെ അവിടേക്ക് എത്തിച്ചു. അന്ന് 20 പിസ്റ്റലുകളും 15 ലക്ഷം രൂപയും ബോംബുകളും അടക്കം ഈ ആയുധങ്ങൾ ഇവർക്ക് കൈമാറുന്നത് നേരിട്ട് കണ്ടു എന്നാണ് ഈ സാക്ഷിമൊഴി. അതായത് ഡ്രോണുകൾ ഉപയോഗിച്ച് മുകളിൽ നിന്ന് താഴേക്ക് ഈ ഭീകരർക്ക് ആയുധങ്ങൾ കൈമാറുകയായിരുന്നു എന്ന നിർണായക വിവരവും NIA സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉണ്ട്. എന്തായാലും ഡിസംബറിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിൻ്റെ വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഏപ്രിൽ 22, 2025 പെഹൽഗാം ഭീകരാക്രമണം. ആ ആക്രമണം നടത്താൻ ഭീകരർ ഒരാഴ്ച മുമ്പ് തന്നെ ആസൂത്രണം നടത്തിയിരുന്നു. ഇവർക്ക് ഭീകരാക്രമണം നടത്താനായുള്ള ആയുധങ്ങൾ എത്തിയത് അത് പാകിസ്ഥാനിൽ നിന്നാണ് എന്നതിൻ്റെ നിർണായകമായ സാക്ഷിമൊഴി NIAക്ക് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ ദൃക്സാക്ഷി മൊഴി എന്നതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല പല ആപ്പുകളും, അതായത് പർവ്വത ആരോഹകരും യാത്രക്കാരും ഉപയോഗിക്കുന്ന ആപ്പുകൾ ഉപയോഗിച്ച് ലൊക്കേഷനുകൾ ട്രാക്ക് ചെയ്താണ് ഇവർ ബൈസറൺ പാർക്കിലേക്ക് എത്തിയത് എന്നതിൻ്റെ നിർണായക വിവരങ്ങളും പുറത്തു വരികയാണ്. സജിത്. യെസ്, പഹൽഗാം ആക്രമണം സംബന്ധിച്ച് ആഴ്ചകൾക്ക് മുമ്പേ തന്നെയാണ് ഗൂഢാലോചന. അതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. പിന്നീട് രാജ്യം അതിന് നൽകിയ മറുപടി. ഓപ്പറേഷൻ മഹാദേവിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. അപ്പോൾ അതിർത്തി കടത്തുള്ള തീവ്രവാദത്തിന് തക്കതായ മറുപടി നൽകിയതിൻ്റെ കാരണം, അപ്പോൾ അതിൽ സംബന്ധിച്ച ആസൂത്രണം, ഇതിൻ്റെ തെളിവുകളാണിപ്പോൾ NIA പുറത്തുവിടുന്നത്.